ഹലോ, ഒരു കോളേജ് 15. ചില്ലറ ഉണ്ടാവോ? 15 രൂപ അല്ല 20 രൂപ കേട്ടോ. ബാക്കി അവിടെ വെച്ചോളൂ, അത് ഓർക്കുള്ളതാ. ഹൃദയം തൊട്ട് മനസ്സറിഞ്ഞു നൽകാം. അനേകായിരം മനുഷ്യരുടെ കണ്ണീരൊപ്പാനുള്ള വിഹിതമാണ് നിങ്ങൾ നൽകുന്നത്. മാർച്ച് 31 കോഴിക്കോട് CH സെന്റർ ദിനം. ആതുര സേവന രംഗത്ത് സുദർഹമായ സേവനമനുഷ്ഠിക്കുന്ന ശ്രദ്ധേയമായ ജീവകാരുണ്യ സംരംഭമാണ് കോഴിക്കോട് CH സെന്റർ. കഴിഞ്ഞ 22 വർഷമായി പാവപ്പെട്ട രോഗികൾക്ക് താങ്ങും തണലുമായി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണിത്. ഈ മാർച്ച് 31 രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് CH സെന്ററിൻ്റെ ധനസമാഹരണ ദിവസം. അന്നേ ദിവസം എല്ലാവരും പള്ളിയിൽ വരുമ്പോൾ ഒരു വലിയ സഹായവും പിന്തുണയും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് CH സെന്ററിൻ്റെ ക്യാമ്പയിനാണ് ഈ വരുന്ന വെള്ളിയാഴ്ച. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങൾക്ക് കരുണ ചെയ്യും. ഓരോ ദിവസവും ആയിരക്കണക്കിന് നിരാലംബരായ രോഗികൾക്ക് സഹായമെത്തിക്കുന്ന ഒരു സ്ഥാപനം. ഞാൻ പലപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോൾ നൂറുകണക്കിന് ആളുകൾ രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ഒക്കെ CH സെന്ററിന് മുമ്പിൽ ക്യൂ നിൽക്കുന്നത് കാണാം. ഒരു നേരത്തെ ഭക്ഷണം വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. സ്ത്രീകളുണ്ട്, പ്രായം ചെന്ന ആളുകളുണ്ട്. ഗതിയില്ലാത്തത് കൊണ്ടാണ്. രാത്രി നേരം പുലരുമ്പോൾ എങ്ങനെ വിഷപ്പടക്കും എന്ന അവൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം CH സെന്റർ അവിടെ ഉണ്ട് എന്ന ധൈര്യമാണ്. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ഡെലിവറി നടക്കുന്ന സെൻ്ററാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് ഇങ്ങനൊരു സംരംഭം തുടങ്ങിയതിൽ ഞാൻ വളരെ സന്തോഷമാണ്. ഇവിടുത്തെ ജനങ്ങൾക്കാണ് ഇതിൻ്റെ ഉപകാരം കിട്ടുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയാണ് ഈ കാണിക്കുന്നത്. രോഗികൾക്ക് പെട്ടെന്ന് വന്ന് ഇവിടെ കാര്യങ്ങൾ നടത്താം. CH സെൻ്ററിൻ്റെ ലാളന ഏറ്റുവാങ്ങാത്ത ഒരു വ്യക്തി പോലും ഇന്ന് കേരളത്തിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊക്കെ ഒരു രോഗിക്ക് സഹായം കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മളൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരു മനുഷ്യൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ലോകത്ത് മാത്രമല്ല പ്രതിഫലം പരലോകത്ത് ലഭിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ ഇസ്ലാമിക വിവക്ഷയാണ്. പ്രയാസപ്പെട്ടവന് സഹായമായി നിൽക്കുന്ന ഒരു സഹായ കേന്ദ്രമായി CH സെന്റർ കോഴിക്കോട്ടുള്ളത് പാവപ്പെട്ടവന്റെ ഏറ്റവും വലിയ അത്താണിയാണ്. അതിനെ സഹായിക്കുന്നവർക്ക് അതിന്റെ പ്രതിഫലം തീർച്ചയായും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ.